ഇന്ന് നമുക്കുള്ള വർക്ക് നമ്മുടെ ഇടവപ്പള്ളിയിലെ കപ്പേളയിലെ സെൻറ്റ് ജോർജിൻ്റെ കപ്പേളയിലെ നേർച്ച ഭക്ഷണത്തിൻ്റെ പരിപാടിയായിരുന്നു. തലേദിവസം വൈകുന്നേരം ഞങ്ങൾ ചെന്നു. അപ്പോൾ നാളെ അവിടെ കൊടുക്കേണ്ടത് മോരുകറി, ബീഫ്, അവിയലൊക്കെ ആയിരുന്നു. നമ്മൾ പണികളൊക്കെ തുടങ്ങി. കുട്ടാപ്പി ഉണ്ടായിരുന്നു, അരുണും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാമ്മനെ ഞാൻ നമ്മൾ 4 പേരാണ് പോയത്. ഏകദേശം ഒരു 10-600 പേർക്കുള്ള നേർച്ച ഭക്ഷണമാണ് നമ്മൾ കരുതിയിരുന്നത്. രാവിലെ തന്നെ നമ്മൾ ബീഫ് വന്നു, ചോറെല്ലാം വെച്ചു. ഭയങ്കര വെയിലായതുകൊണ്ട് നേരത്തെ തന്നെ പണികൾ തീർക്കാൻ എല്ലാവരും വളരെ സ്പീഡിൽ തന്നെ പണികൾ ചെയ്യുന്നുണ്ട്. അവിയലടിച്ച് റെഡിയായിട്ടുണ്ട്. റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഉരുളിയെല്ലാം അടുപ്പിൽ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ബീഫ് റെഡിയാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. വെയിലിൻ്റെ ചൂടും തീൻ്റെ ചൂടും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. എങ്കിലും പുണ്യാളുടെ ശക്തിയായിരുന്നു, നമുക്കൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് അവിടെ തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടുത്തെ ചേട്ടന്മാരും എല്ലാം നല്ല സഹകരണമായിരുന്നു എല്ലാത്തിനും. നമ്മളവിടെ 70 കിലോ ബീഫാണ് കറി വെക്കുന്നത്. 70 കിലോ ബീഫിൻ്റെ നേർച്ച ഭക്ഷണം. ബീഫിനുള്ള മസാല ആയിരുന്നു ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൺ വോയിസ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ചെറിയ തപ്പലും തടകലൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ഈ കപ്പേള വരുന്നത് മോസ്കോയിലാണ്. ഗ്രിഗോറിയോസ് കപ്പേളയാണ്. നമ്മുടെ ഈ കപ്പേള വരുന്നത് അടയ്ക്കാത്തോടുന്ന് ശാന്തിഗിരി പോകുന്ന വഴിക്ക് മോസ്കോയിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ബീഫ് അടുപ്പേ കയറ്റി, വെയിലുണ്ടെങ്കിലും നമ്മൾ വെയിലിനൊന്നും വകവെക്കാതെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ബീഫ് റെഡിയായി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലെ നേർച്ച ഭക്ഷണം ഉണ്ടായിരുന്നു. അത് നമ്മൾ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത ദിവസം തന്നെ നമ്മൾ വരുന്നുണ്ട്. ബീഫ് കറി ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വെയിലിൻ്റെ കാഠിന്യം കുറച്ച് കൂടുതലാണ്. ഏകദേശം ഇപ്പം ബീഫ് റെഡിയായി. പള്ളിയിൽ പ്രദക്ഷിണം ഇറങ്ങാൻ ഏകദേശം സമയമായി. ചെണ്ടക്കാരൊക്കെ ഇറങ്ങി പ്രദക്ഷിണം സ്റ്റാർട്ടായിട്ടുണ്ട്. പ്രദക്ഷിണം പോയ സമയം നോക്കി നമ്മൾ കൗണ്ടറുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഫുഡ് കൊടുക്കേണ്ട 2 കൗണ്ടറായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അച്ഛൻ വന്നു, ഫുഡെല്ലാം വെഞ്ചിരിക്കുവാണ്. ഫുഡെല്ലാം വെഞ്ചിരിച്ച് വെച്ച് ഇതാണ് നമ്മുടെ ഇടവപ്പള്ളി വികാരി അച്ഛൻ. അച്ഛൻ വന്ന് 2 കൗണ്ടറും വെഞ്ചിരിച്ചു. അപ്പോഴത്തേക്കും പ്രദക്ഷിണം തിരിച്ചു വന്നു. പ്രദക്ഷിണം നല്ല ആളുണ്ടായിരുന്നു. നല്ല വെയിലാണെങ്കിലും പിള്ളേരെയും കൊണ്ട് വരെ ആൾക്കാരുണ്ടായിരുന്നു. ഗ്രിഗോറിയോസ് പുണ്യാളം പോകുന്നു. നമ്മുടെ പ്രദക്ഷിണം അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. വെയിലായിരുന്നു. പിന്നെ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പ്രദക്ഷിണം അവസാന ഘട്ടം കപ്പേളയിൽ സമാപിക്കാൻ പോവുകയാണ്. പ്രദക്ഷിണം തിരിച്ച് കപ്പേളയിൽ സമാപന പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേർച്ച ഭക്ഷണം വിളമ്പലാണ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വരിയായി നിന്ന് നേർച്ച ഭക്ഷണം മേടിക്കുന്നുണ്ട്. 2 കൗണ്ടറിലുകൊണ്ട് വലിയ തിരക്കില്ല. എല്ലാവരും മേടിച്ച് പോകുന്നുണ്ട്. നമ്മളും ലാസ്റ്റ് കഴിച്ചു. അച്ഛൻ പെരുന്നാൾ അവസാനിച്ചു. അച്ഛൻ കൊടിയിറക്കുവാണ്. ഈ കൊടിയിറക്കോടുകൂടി ഈ വർഷത്തെ കപ്പേളയിലെ പെരുന്നാൾ ഇവിടെ സമാപിച്ചിരിക്കുന്നു. അപ്പം എല്ലാം അതിഗംഭീരമായി അടിപൊളിയായിട്ട് നടന്ന ദൈവത്തിന് നന്ദി.